എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും മുന്നോട്ടോ. ഇന്ന് നമ്മുടെ അടുക്കളയിൽ നിന്ന് തുടങ്ങി പോവാം. എണീറ്റ് വന്ന വശമാണ്. ഉണ്ണിമോൾക്ക് സ്കൂളിൽ പോകണം. അത് കാരണം നമ്മൾ ഇന്നലെ തന്നെ ഒന്ന് തിളപ്പിച്ച് റൈസിൽ വെച്ചിട്ടുണ്ട്. അരി ഇന്നലെ രാത്രി. അപ്പോൾ അതൊന്നും കൂടി എടുത്ത് തിളപ്പിച്ച് വേവിച്ച് റെഡിയാക്കും. ചൂടാണ്. റൈസ് കുക്കർ അത്രയ്ക്കുണ്ട് നല്ലതല്ല. മാളിൻ്റെ അവിടെ നിന്ന് ഞാൻ എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടാവും പഴയത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതങ്ങോട്ട് ശരിക്കാണ് വേവണില്ല. അപ്പോൾ ഒന്നുകൂടി തിളപ്പിച്ച് കഴിഞ്ഞാൽ നന്നായിരുന്നു തോന്നും. അപ്പോൾ അതാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മുടെ തക്കാളി, തേൻ, ചെറുനാരങ്ങ ഇത് ആക്കിയതാണ്. ഒരു കാലത്ത് തന്നെ ഒന്നിങ്ങനെ മോത്ത് പറ്റണം എന്ന് വിചാരിച്ചാൽ കുളിക്കുമ്പോഴേക്കും ഒന്ന് മോത്തൊക്കെ ഒന്ന് പിടിച്ച് ചൂട് പൊന്തിയിട്ട് ആകെ വൃത്തികേടായിരുന്നു മുഖമൊക്കെ. ഇപ്പം ഞാൻ അതിനൊത്തിരി ഒന്ന് മാറ്റിയെടുക്കാൻ ചൂടുകാലത്ത് ഒന്നും ചെയ്തിട്ട് രക്ഷയുണ്ടായിരുന്നില്ല. തണുപ്പുള്ള സാധനങ്ങൾ കഴിക്കുമ്പോഴല്ലേ ചൂട് കുറയുക. പക്ഷെ എനിക്ക് തണുപ്പുള്ളത് കഴിക്കാൻ പറ്റാത്ത കാരണേ എനിക്കതിനും ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. കയ്യും കാലും മുഖവും ഒക്കെ ചൂട് പൊന്തിച്ച്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പോയി. ഭംഗിയല്ലേ, അതാരും ഇഷ്ടപ്പെടാത്ത. അപ്പോൾ ഒത്തിരി ഭംഗിയിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ആ ചെറുനാരങ്ങ, തേൻ, തക്കാളി മൂന്നും കൂട്ടി അരച്ചിങ്ങനെ സുരമോൾക്കും കൊടുക്കും. ഞാൻ പറ്റാൻ പറയും. അങ്ങനെ പറ്റും. നല്ല നാടൻ തേനാട്ടാ. നമ്മുടെ ഭാഗ്യം എടുത്തതാ അവിടെ നിന്ന്. ഈ അടുപ്പത്ത് ഞാൻ കാപ്പി വെച്ചിരിക്കുക. കാപ്പി ഞാൻ കുടിക്കാറില്ല. കാലത്തൊന്നും വൈകുന്നേരം ചായ കുടിക്കും. എനിക്കിഷ്ടമായിട്ടാ കാപ്പിയൊക്കെ കുടിക്കുക. പക്ഷെ പേടിച്ചിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് ചൂടുള്ള വെള്ളം കുടിക്കും. അച്ഛന് കാപ്പി നിർബന്ധമാണേ. സാധാ കാപ്പി പൊടി ഇടുമ്പോൾ ഒരു തുണ്ട് ബ്രൂ കൂടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോഴേ ഇന്നലെ ഞാൻ കറി വയ്ക്കാനുള്ള സാധനം എടുക്കാൻ കടയിൽ നിന്ന് മറന്നതല്ല, ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ വരുമ്പോഴാണ് അത് എടുത്തിട്ട് വരിക. അപ്പം അച്ഛൻ എടുത്തില്ല. അപ്പോൾ നാടൻ പയറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മറന്ന നിലയ്ക്ക് ഉണ്ണിമോൾ സ്കൂളിൽ പോകണല്ലോ. അപ്പോൾ കുറച്ച് മുതലേ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മതി. ചാറുകറി വേറെ ഇരിക്കുന്നുണ്ടേ. അപ്പോൾ അത് കൂട്ടിയാൾ അത് എടുത്താൾ കൊണ്ടുപോയിക്കോളൂ. അപ്പോൾ മുതിര വറുത്തിട്ടാണ് നമ്മൾ കറി വയ്ക്കുക. പച്ചക്ക് മുതിര വെക്കുന്നവരുണ്ട് തോന്നുന്നു കേട്ടോ. ഞാനെപ്പോഴും വറുത്തിട്ടാണ് വെക്കുക. വറുത്ത് വെക്കുമ്പോഴേ പ്രത്യേക മണം. അപ്പം ഇവിടെ മുതിര ഒരു വീടിൻ്റെ ആയി വന്നിട്ടുണ്ടോ. പൊട്ടിങ്ങനെ ഇവിടെ ഇവിടാന്ന് പൊട്ടും. എന്താ ആ സമയമാകുമ്പോൾ നമുക്ക് ഇറക്കാം. ഈ മുതിരകളൊക്കെ ഇങ്ങനെ വീർക്കും. കണ്ട ഒട്ടിയിരുന്നിരുന്ന മുതിരകളൊക്കെ ഒന്ന് വീർത്തിട്ടുണ്ടാവും. മുതിരനെ ഞാൻ കഴുകി വാരി എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കുക കേട്ടാ. ഉപ്പ് ഞാൻ ഏറ്റവും ഇടുപാടുള്ളൂ. അടുത്ത് നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നോക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ട കുറച്ച് ചെറുനാരങ്ങ ഞാൻ ഈ കാസറോളിൽ ഇങ്ങനെ ഇട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട്. 2 ദിവസം മുന്നേ കടയിൽ നിന്ന് ചെറുനാരങ്ങയ്ക്ക് ഇത്തിരി വില കൂടുതലാണ്. അപ്പോൾ കടയിൽ നിന്ന് കുറച്ചൊക്കെ ഇങ്ങനെ അധികം ഇങ്ങനെ ഇതല്ല, ഒരു കളർ വ്യത്യാസമൊന്നും വന്നാൽ നമ്മൾ കടയിൽ വെക്കില്ല. ചിലത്തിനൊരു മങ്ങിയ കളറൊക്കെ കാണും. കേടൊന്നല്ല, എന്നാലും കേടായതായാലും ചിലപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണിത്. ഉപ്പ് മാത്രം തിരുമ്പി ഇങ്ങനെ വെച്ചു, കാസറോളിലാക്കി വെച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണിയിലാക്കി വെക്കാൻ വേണമെങ്കിൽ, പക്ഷെ അതിനുള്ളതില്ല, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അത് അച്ചാറിടണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് അച്ചാറിട്ട് കഴിഞ്ഞാൽ കുറച്ച് കടയിലേക്ക് കൊണ്ടുപോകാം, ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ അത് ഇടലാണ്. അപ്പോൾ ഇന്ന് കടുകെണ്ണ മേടിച്ചിട്ടുണ്ട് ഞാൻ. കടുകെണ്ണയിൽ പണ്ട് എനിക്ക് സുജമോള് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഭയങ്കര ഛർദിയായിരുന്നു. ഒന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഇരിങ്ങാലക്കുടയ്ക്ക് ഞങ്ങളുടെ വല്യമ്മയുടെ അടുത്തേക്ക് പോയപ്പോൾ ഞാൻ ആദ്യം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. അവിടെ നിന്ന് വലിയേട്ടൻ്റെ ചേച്ചി, അവിടുത്തെ ചേച്ചി എനിക്ക് ചോറ് തന്നപ്പോൾ ഈ അച്ചാറാണ് തന്നത്. അപ്പോൾ എന്തിട്ട് ചേച്ചി ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ അച്ചാർ. ചില ഗർഭകാലത്തൊക്കെ ചില സാധനങ്ങളുടെ ടേസ്റ്റ് ഒരിക്കലും നമ്മുടെ വായിൽ പോവില്ല കഴിച്ച് കഴിയുമ്പോൾ. അപ്പോൾ പറഞ്ഞത് കടുകെണ്ണയിൽ ഇട്ടിട്ടുള്ള നമ്മളെ അച്ചാർ, അതാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു. ഇന്നലെ ഞാൻ കടയിൽ പോയപ്പോൾ കടുകെണ്ണ ഒരു ചെറിയ
ചെറിയ കുപ്പിയായിട്ട് വലിച്ചേട്ടെ ഇത് കേട്ട് പരീക്ഷണം നോക്കാനാ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും നോക്കാം നമുക്ക്. എണ്ണയും കടുകെണ്ണയും കൂടിയിട്ടാണ് ഇട്ടിരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നമ്മുടെ സാധാ എണ്ണ കേട്ടോ, നല്ല എണ്ണ. ഞാനൊരു ചെറിയ കുപ്പി വാങ്ങിച്ചതാണ്. നമുക്ക് ഈ അച്ചാറിടാൻ മാത്രമൊക്കെയാണ് നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുള്ളൂ. പിന്നെ കുറേ നാളിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ചെറിയ കുപ്പികളാണ് വാങ്ങിക്കുക. അപ്പോൾ നമുക്കൊരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കുഞ്ഞ സ്പൂൺ, അത് കാരണം ഞാൻ 2 സ്പൂൺ ഇടുന്നുണ്ട്. അതിലേക്ക് നമ്മൾക്ക് വെളുത്തുള്ളി, പച്ചമുളക്, നാടൻ പച്ചമുളകാട്ടത്, അത് ഈ ഇഞ്ചി ഒക്കെ ചതച്ചെടുത്തിരിക്കുക. ഞാൻ അങ്ങനെ അരയ്ക്കാനൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ രാവിലെ തന്നെ ആയ കാരണം എനിക്ക് ഒട്ടും സമയമില്ലേ പോണ്ടേ. പോരെങ്കിൽ കുറച്ചും കൂടി എണ്ണ നമുക്ക് ചേർക്കാട്ടോ. ഞാൻ കുറച്ച് കടുക് പൊട്ടാട്ടതാണ്, കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് കടുകെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചാണ് ഞാൻ ചേർക്കണുള്ളൂ. കാരണം എന്താ വെച്ചാൽ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുമോ, ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവില്ല. എനിക്കന്ന് ഇഷ്ടമായി, പക്ഷെ ഇപ്പം അത് ചിലപ്പോൾ ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ അവർ ഇങ്ങനെ ഉണ്ടത് പറയട്ടെ. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത് ചില ആക്കുന്നത്. നന്നായി ഒന്ന് വാടി വരണം കേട്ടോ, മുളകും ഇതൊക്കെ. വെളുത്തുള്ളിയൊക്കെ ആവശ്യം പോലെ ചേർക്കാട്ടാ. എനിക്ക് നന്നാക്കാനായിട്ടുള്ള സമയക്കുറവ് കാരണം ഞാൻ കുറച്ചെടുത്ത് ചേർത്തെടുത്തതാണ്. അതിനെ ചെറുനാരങ്ങയിലാകുമ്പോൾ വെളുത്തുള്ളി നല്ലതാണ് തിരിച്ചേർക്കണതേ. അപ്പോൾ ഒരുവിധം അങ്ങോട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേപ്പിൻ്റെ ഇല, ഒരിത്തിരി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ അതിലേക്ക് നമ്മുടെ ഉലുവപ്പൊടി, കായത്തിൻ്റെ പൊടി, അച്ചാർ പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. അപ്പം നമുക്ക് ആ ചെറുനാരങ്ങയുടെ കയ്പ്പിനെയും പുളിനെയും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചിലർക്ക് ആ കയ്പ്പും ആ പുളിയും നല്ല ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അത് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരുവിധം നന്നായി മൂത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കാം. വെള്ളവും ചേർത്തിട്ടില്ല, ചൊട്ടിയും ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ വെള്ളതേ കുറച്ച് അവിടെ ഇരിക്കുമ്പോൾ വെള്ളമായി വരും. അപ്പോൾ ഞാൻ 2 ദിവസമായിട്ടാണ് ഇത് ഇട്ട് വെച്ചത്. 2 ദിവസമായിട്ടുള്ളൂ കേട്ടോ അത് അരിഞ്ഞിങ്ങനെ ഇട്ട് വെച്ചിട്ട്. അപ്പോൾ ഇതിനൊരു വെള്ളത്തിൻ്റെ ഒരു ചെറിയ അതിൻ്റെ നീരൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് പിന്നെ കുറച്ചും കൂടെ അവിടെ ഇരിക്കുമ്പോൾ ശരിയാവും. ഉപ്പ് അപ്പം ഇട്ടതാണ് നമ്മൾ. ഇപ്പം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അച്ചാർ അങ്ങനെ റെഡി ആയിട്ടാ. ഇത് കുറച്ച് കടയിലേക്ക് കൊണ്ടുവന്നു. അപ്പം എനിക്ക് കാലത്ത് കഞ്ഞിക്ക് ഒരു ഉപ്പേരി മാത്രം വെച്ചാൽ മതി. ഇത് കൊടുക്കാമല്ലോ അവർക്ക്. പിന്നെ എന്നും ഈ മാങ്ങച്ചാറൊക്കെയാണ്. അടുക്കടാ ചെറുനാരങ്ങയൊന്നും ഞാൻ മിക്കത് ഇടാറില്ല അവിടെ. അപ്പം ഇന്ന് അവർക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അച്ചാർ റെഡി. അപ്പോൾ നമ്മുടെ മുതിര നമുക്ക് കാഴ്ചയെടുക്കാം. അപ്പോഴേ ഇന്ന് പച്ചമുളകില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഇടിച്ച മുളക് പൊടിയും കുറച്ച് നൈസ് മുളക് പൊടിയും ഇട്ട് കൊടുക്കും. പച്ചമുളക് ഉണ്ടെങ്കിൽ ഞാൻ പച്ചമുളക് നല്ലോണം ചേർക്കാറുണ്ട് ഉപ്പേരികളിലൊക്കെ. അപ്പം അത് ഇങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഉപ്പേരി. അപ്പോൾ നന്നായി മൂത്ത് വന്നു കേട്ടോ. അതെ ഇത് കുറച്ച് വെള്ളമുണ്ട്, അതടക്കം ഒഴിക്കുന്നു. ഞാൻ എന്തുപ്പേരി ആയാലും കുറച്ച് വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ പയറൊന്നല്ല, ഇങ്ങനത്തെ കടല, മുതിര അങ്ങനത്തെ പലചരക്ക് പോലത്തെയുള്ള കറികൾ വയ്ക്കില്ലേ, അതൊക്കെ ആകുമ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തോടെ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ടില്ലല്ലോ നമ്മൾ, ഉപ്പിട്ട് ഇങ്ങനെ ഞാൻ വറ്റിച്ചെടുക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഞാനൊന്ന് നന്നായി വറ്റി വരട്ടെ. നന്നായി വറ്റി വരില്ല, ഇത്തിരി ഒരു കുഞ്ഞുമോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകണേ. അപ്പോൾ അത് ഇത്തിരി ഒരു കുഴമ്പം പോലെയാക്കി എടുക്കേണ്ടതായിരിക്കും നല്ലത്. പിന്നെ അങ്ങനെ ആക്കും ഞാൻ. ഇനി സുജമോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വറ്റിച്ചോട്ടെ. ആൾ അലക്കാൻ പോയിരിക്കുക. ആൾക്ക് അലക്ക് കാലത്ത് തന്നെ കുറേ അലക്കാണ്ടാവേ. കുറച്ച് അച്ചാർ നമുക്ക് കടയിലേക്ക് ആക്കാം. ഈ പാത്രത്തിലാട്ടെ ഞാൻ ആക്കണം. അവിടെ ചെന്നിട്ട് നമുക്ക് പാത്രം മാറ്റാൻ വേണമെങ്കിൽ.
അപ്പോൾ ഇത് നല്ലൊരു ചില്ല് കുപ്പിയിലാ ഭരണിയിലാക്കി വയ്ക്കാം നമുക്ക്. ബാക്കിയുള്ളത് നമുക്ക് ഇതിലാക്കി വയ്ക്കാം. മുകളിൽ ഒരു തുണി ഇടണം എന്നിട്ട്. അപ്പോൾ കുറേ നാളവിടെ അങ്ങനെ ഇങ്ങോട്ട് ഇരിക്കും. അപ്പം അങ്ങനെ അതങ്ങനെ ആക്കിയില്ലേ. എൻ്റെ മോള് സോപ്പും മുറിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഹായ് പറഞ്ഞു മോനെ. എന്തൊരു ചീന് കാലത്തന്നെ കാലത്തന്നെ ആളുടെ പരിപാടി അലക്കാട്ടാ. ചിലപ്പോൾ ചെറുകൂട്ടാനും ഇതൊക്കെ ചെയ്യും. പക്ഷേ ചിലപ്പോൾ അലക്കാം നല്ല ഇഷ്ടമാണ് ആൾക്ക്. ആദ്യം തൊട്ടും ചെറുപ്പത്തിലായിരിക്കുന്ന സമയത്തും എൻ്റെ അടുത്ത് നിന്ന് പോണേക്കാട്ടിലും മുന്നും അലക്കല് അടിച്ചു വാരി തുറക്കില്ലേ, അതൊരാളുടെ പണി. ബാക്കിയൊക്കെ ഞാൻ തന്നെ കുറേ ചെയ്യും. ഇങ്ങനെ മതിയോ മോനെ? ഇത്തിരി ഇങ്ങനെ ചാറോടെ കിട്ടിയിട്ട് ഒരു കുഴമ്പനായിട്ട് ചോറുണ്ണാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഉപ്പേരി പോലെ ചോറുണ്ണാൻ ബുദ്ധിമുട്ടാണ്. പാത്രങ്ങൾ അവിടെ നിറഞ്ഞു. അപ്പോൾ എൻ്റെ ഉണ്ണിമോള് ചോദിക്കാനായിട്ടില്ലേ, അവള് ചോദിക്കുക അമ്മ നീ ചോറ് കൂട്ടാനൊക്കെ വയ്ക്കാൻ മറക്കുമോ അമ്മ വെച്ച് വെച്ചെന്ന്. ഞാൻ പറഞ്ഞില്ലേ അടക്കെ വെപ്പിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നാൾ എന്തായാലും ഇവർ പോയി കഴിഞ്ഞാലേ ഒല്ലൂര് നിൽക്കേണ്ടി വരും ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഒന്ന് ഉൾക്കൊള്ളാത്തൊരു ബുദ്ധിമുട്ടാവും. കുറേ നാൾ ഇവരിവിടെ വന്ന് നിന്നിട്ടേ നമ്മൾ നമ്മുടെ ഇതുമായി അങ്ങനെ ഉന്തിത്തള്ളി പോയോർന്നതാ. എന്ത് 2 പെൺകുട്ടികളല്ല, അവർ 2 കല്യാണം കഴിച്ചു കൊടുത്തു. നമ്മൾ അച്ഛനമ്മ ഒറ്റയ്ക്ക്. ഞാൻ എപ്പോഴും ഞങ്ങളോട് പറയും നമ്മൾ ഒറ്റയ്ക്കായില്ലേ ഏട്ടാ, നമ്മൾ ഒറ്റയ്ക്കായില്ലേ എന്ന് പറയും. ആള് പിന്നെ പ്രതികരിക്കൊന്നുമില്ലല്ലോ. ആളങ്ങനെ മിണ്ടാണ്ടിരിക്കും ഞാൻ പറയുന്നത് കേട്ടു. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഹാപ്പി ആളും. അപ്പോൾ ഇനി അത് പോകുമ്പോൾ ആള് മിണ്ടൊന്നുമില്ല. എൻ്റെ പോലെ ഇങ്ങനെ അയ്യോ പോയില്ലേ അങ്ങനെ സങ്കടമൊന്നും പറയില്ല. എന്നാലും ഉള്ളിലുണ്ടാവും. കുറച്ച് നാൾ ഒല്ലൂര് നിൽക്കാം. ഒല്ലൂര് നിന്നുണ്ടത് കലൂര് വേണമെങ്കിൽ പോയി നിൽക്കാം. അല്ല വല്ലൂര് വേണമെങ്കിൽ മുകളുടെ നിൽക്കാൻ. ശ്രീകുട്ടൻ എന്തോരം പ്രാവശ്യമായി വിളിക്കണമെന്നറിയോ. മമ്മ അവിടെ ചേച്ചിയമ്മയും ചേച്ചിയൊക്കെ ഉള്ളതല്ലേ, മമ്മ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കുന്നു. കുറേ ആയി എൻ്റെ മോൻ വിളിക്കുന്നു. അപ്പോൾ എനിക്ക് കടയിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒല്ലൂരിൽ നിന്നാൽ എനിക്ക് സുഖമാണ്, ഇവിടത്തേക്കാട്ടും സുഖമാണ്. രുചിമോനായാലും ഒന്ന് വേഗം കൊടന്നാക്കിയാലും അത്രയ്ക്ക് ദൂരമുള്ളവർക്കും. അപ്പുറത്തെ തന്നെ സ്റ്റോപ്പാണ് അവർ. അപ്പോൾ നല്ല ഇതാ നമുക്ക്. അവിടെ നിന്നാകുമ്പോൾ 1 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കാറിൽ ഇരുന്ന് അല്ലെങ്കിൽ മോൻ കൊടന്നാക്കി തരായാലും ചിലപ്പോൾ വരൂല ആൾ നേരത്തെ എനിക്ക്. അപ്പോൾ എനിക്ക് ഞാനും ബസ്സിലൊക്കെ താണ്ടി വരുമ്പോഴേക്കും അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അതാണ് എൻ്റെ മോളുടെ അടുത്ത് അവിടെ ചെന്ന് നിൽക്കാത്ത. ഇവരിവിടെ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാഗ്യം പറഞ്ഞതാ. ഞാൻ അച്ഛനമ്മയ്ക്ക് കുറച്ച് നാൾ അവിടെ നിൽക്കാട്ടാ. ആൾക്ക് ഞാൻ കടയിൽ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവിടെ ചെന്ന് നിന്നാൽ മതി. എനിക്ക് ഇത്തിരി നിർബന്ധമാണ് കടയിലേക്ക് വരണമെന്ന്. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോഴേ മടിയെത്തിയായി പോവും. ഉണ്ണിമോള് പറഞ്ഞോണ്ട് നമ്മളുടെ പ്രായമൊക്കെ ഒരു മടി പിടിക്കുന്ന പ്രായമാണ്. സുഖങ്ങൾ തേടിപ്പോയി സുഖങ്ങളിൽ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെയുള്ള ഇത്തിരി ബുദ്ധിമുട്ടുകളിലേക്ക് ഇത്തിരി ജോലി ചെയ്യാനുള്ള ആ താല്പര്യങ്ങളിൽ ഇന്നും നമ്മൾ വിട്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധമായും ജോലി ചെയ്യുന്നത്. ഞാൻ എല്ലാവരോടും പറയും, ഇത്തിരി പ്രായമുള്ളവരോടായാലും പറയും, വെറുതെ ഒന്നും ഇരിക്കണ്ട, പറ്റാവുന്ന ജോലികൾ ചെയ്യുക. നമുക്കും മടുക്കില്ല, മറ്റുള്ളവർക്കും നമ്മളെ മടുക്കില്ല. മക്കളെന്നൊക്കെ എത്ര സ്നേഹമുള്ള മക്കളുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് അവരുടേതായ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാവുമ്പോഴേ അച്ഛനമ്മേനൊന്നും താലോലിച്ചോ ഓമ്പിച്ചോ ഒന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കഴിയുന്നതും ബുദ്ധിമുട്ടിപ്പിക്കാണ്ടിരുന്ന ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ നോക്കിക്കോളും. അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ തലയിലൊക്കെ എണ്ണയൊക്കെ പറ്റി ഇവിടെ നിൽക്കാണ്. അത് പണിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് ചേച്ചൊരു 10:30 വരെ ഇതല്ല വേറെയും വെള്ളം അവിടെ പോയിട്ടൊക്കെ കുടിക്കും. അങ്ങനെയാണ്. ഇപ്പോൾ റസ്ക് തീറ്റയൊക്കെ നിർത്താൻ പറഞ്ഞിട്ട് കുറേ ചേച്ചിമാർ റസ്ക് തിന്നണ്ട, അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പിന്നെ ഞാൻ തിന്നാറില്ല. ഒന്നും തിന്നാറില്ല. ഇപ്പോൾ കാപ്പിയും കുടിക്കാറില്ല, നിർത്തി വെക്കാം. അല്ലെങ്കിൽ കാലത്ത് തന്നെ എണീറ്റ് വന്ന കാപ്പി കിട്ടണം നിർബന്ധമാണ്. അപ്പോൾ അതൊക്കെ മാറ്റി കടയിൽ ചെല്ലുമ്പോൾ ഇഞ്ചിയും പിന്നെ പുതിനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് തിളപ്പിച്ചിട്ട് അതൊരു 1-2 ഗ്ലാസ്സൊക്കെ ഇങ്ങനെ 1-2 ഗ്ലാസ് അല്ല, വേനൽക്കാലത്താണെങ്കിൽ കുറേ കുടിക്കാറുണ്ട്. വർഷക്കാലം
ആ ചൂടുവെള്ളം കൂടി കുടിക്കുന്ന കാരണം തോന്നുന്നു എനിക്ക് ഭയങ്കര ചൂടായിരുന്നു ഈ കൊല്ലം. അല്ലാണ്ട് തണുത്തത് കുടിക്കാൻ പറ്റാതെ തന്നെ ചൂടുവെള്ളം കുടിക്കും. അപ്പോൾ ഇങ്ങനെ ചൂട് ഇങ്ങനെ പൊന്തി പൊന്തി ഒരു പ്രാവശ്യം വെള്ളം കുടിക്കുമ്പോൾ ആകെ ചൂടെടുക്കും. അപ്പോൾ ആ ഒരു പൊന്തല്ല ചൂട്. അങ്ങനെ ആയ ഈ ചൂട് പൊന്തി 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 ഒരു തരം ഇപ്പോഴും ചൊറിച്ചലിനൊരു മാറ്റം വന്നിട്ടില്ല. എന്താന്ന് എനിക്കറിയില്ല അത്. അപ്പം അങ്ങനെ മേക്കപ്പൊക്കെ കഴിച്ച് സുന്ദരിയായിട്ട് വന്നിട്ട് കേട്ടാ. അപ്പോൾ ഇനി നമുക്ക് കടയിൽ വെച്ച് കാണാം. അപ്പോൾ കടയിലേക്ക് പോവാം. നമുക്ക് പോവാട്ടുണ്ണിയേ. അപ്പോഴേ അങ്ങനെ ഞാൻ ബില്ലെടുക്കണ തിരക്കിലാണ്. അരി അവിടെ ഞാൻ ഇട്ട് ഈ കെട്ടെടുക്കാം. കുറച്ച് വേവാറായില്ല പത്രക്കൊക്കെയായി. അപ്പോൾ ഞാനിന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അല്ല കോഴിമുട്ട. അപ്പോൾ അത് നമുക്കൊരു വെറൈറ്റി കറി ഇങ്ങനെ ഉണ്ടാക്കിയാലോ. അപ്പോഴേ നല്ല മഴ കേട്ടാ. സൗണ്ട് വണ്ടിയിലും ഇവിടത്തെ വീഡിയോസോടെ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മോളോട് കളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കാണുന്നു. ഇപ്പോൾ അങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ മുട്ടയും കൂടിയിട്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ കറിയില്ല നമ്മുടെ. അപ്പോൾ ഇത് അപ്പോൾ പറയുന്ന പോലെ ശ്രദ്ധിച്ച് കേൾക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കുക. ഇതൊന്ന് വെച്ച് നോക്കുക. ഈ വർത്തമാനം പറയുന്നത് കേൾക്കൽ കുറവുണ്ട്. അത് കാരണം അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇത് വേവിക്കുക. ആദ്യം തന്നെ നമ്മുടെ 2 തക്കാളി, അപ്പോൾ 2 തക്കാളി അരിഞ്ഞെടുത്തു. പിന്നെ ഒരു ക്യാപ്സിക്കം ഒന്നും ഇതുവരെ എൻ്റെ കറികളിൽ ഞാൻ ചേർത്തിട്ടില്ല ഏട്ടപ്പെടുത്താൻ. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേപ്പില. പിന്നെ നമ്മുടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ നമ്മുടെ പച്ചമുളക് ആവശ്യത്തിനൊന്നുമില്ല. നല്ല എരികൂടെ ആവശ്യമുണ്ട്. അതാണ് ആവശ്യത്തിന് പറയുന്നത്. ഇവിടെ എല്ലാവരുടെ പോലെ കുറച്ച് എരിവിൽ ചെയ്താലൊന്നും ശരിയാവില്ല. നമുക്ക് നല്ല എരിവ് തന്നെ വേണം. അപ്പം ഞാൻ മുളക് നിങ്ങൾക്കറിയാലോ, മുളക് ചേർക്കണേ ചുമന്ന മുളക് ചേർക്കണേക്കാളും അധികം ഞാൻ പച്ചമുളക് ചേർക്കാം. അതൊരു പേരിന് ചേർക്കുള്ളൂ. പച്ചമുളകിനിപ്പോൾ നല്ല വില കേട്ടാ. കുറച്ച് ഉള്ളി അല്ലെങ്കിൽ സബോള വേണമെങ്കിൽ എടുക്കാം കേട്ടാ. ഞാൻ എല്ലാത്തിനും ഉള്ളി എടുക്കുന്നതുകൊണ്ട് ഞാൻ ഉള്ളിയാണ് എടുക്കുന്നത്. ഉള്ളി ഇത്തിരി അധികമായാലും കുഴപ്പമില്ല, നല്ലതാണ്. എൻ്റെ തുജമോളാണെങ്കിൽ ഏറ്റവും കുറവെടുക്കുള്ളൂ ഉള്ളി. കാരണം എന്താ വെച്ചാൽ ഉള്ളി നന്നാക്കാൻ ഭയങ്കര വിഷമാണ്. ആള് വിഷമിച്ച് കരഞ്ഞ് ഉള്ളി നന്നാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കരഞ്ഞ് ഉള്ളി നന്നാക്കുക. അത് കാരണം ആരും പറയാം അമ്മ നന്നാക്കിക്കോ അമ്മ എന്ന് പറയും. അപ്പം അങ്ങനെയുള്ളവർ കുറച്ചെടുത്താൽ മതിട്ടാ. കാരണം ഞാൻ ഇവിടെ വെച്ച ഊറ്റിന് പോകും. ഇവിടെ ഇറക്കാനായിട്ട് ഈ കലം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല വെയിറ്റാ. എനിക്കൊരു പേടി. കയ്യിലിത്തിരി ഒരു സ്വാധീനക്കുറവ് പോലെയാണ്. ഇത് വൈകുന്നേരത്തേക്കുള്ളതാണ്. അപ്പോഴേ നമ്മുടെ ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ മസാല ഇല്ലേ, ഈ എന്താ പറയുക, ഈ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതിട്ടിട്ടൊന്ന് മൂപ്പിക്കാം. അല്ലെങ്കിൽ മൂക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല കൊടുക്കാം കേട്ടോ. ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ ചേർക്കാം കേട്ടോ. എരിവ് അധികം വേണമെങ്കിൽ അധികം ചേർക്കുക, കുറവ് മതിയെങ്കിൽ കുറവ് ചേർക്കുക. മുളക് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ക്യാപ്സിക്കവും ഉള്ളിയും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് ഇത്തിരി വഴണ്ടി വന്ന് പിന്നെ കുറേ ഈ മുളക് നല്ല ഒരു പച്ചമണമൊക്കെ പോയി വെളിച്ചെണ്ണയൊക്കെ പിടിച്ചാൽ കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ പച്ചക്കറി ഈ പച്ചമുളക്, ക്യാപ്സിക്കം, ഉള്ളി, ഇഞ്ചി, വേപ്പിൻ്റെ എല്ലാം അതൊക്കെ
അരിക്കാൻ ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ഇല്ല കേട്ടോ. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കാം. മിളക് പൊടിക്ക് ഇത്തിരി കളർ കുറവാണ്. ഞാൻ പൊടിപ്പിച്ച മിളകാണിത്. പച്ചമുളക് ഉണക്കി പൊടിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഒരു ഇങ്ങനത്തെ ഒരു കളറിലിരിക്കുന്നത്. നല്ല ചുമന്ന കളറിലിരിക്കും. അപ്പോഴേ അതൊരുവിധമായി വന്നിട്ടുണ്ട് കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളിയും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങിൽ മാത്രം നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് നോക്കണം. മസാലയ്ക്കുള്ള ഉപ്പുണ്ടാവില്ല അതിൽ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി വേണം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് വാടി വരട്ടെ തക്കാളി നന്നായി. അപ്പം അത് ഒരുവിധം അങ്ങനെ നന്നായി ഒന്നും ആയിട്ടില്ല. എനിക്ക് സമയമില്ല പോട്ടാ. അതും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഒന്നും കൂടി തക്കാളി വേവാനുള്ള സമയം കൊടുത്തോ. നമുക്കിവിടെ കഞ്ഞിയുടെ നേരമായി തുടങ്ങി. അപ്പോൾ ഈ മുട്ടയിടാം. നന്നായി മുട്ടയിൽ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിങ്ങനെ ഒരു 5 മിനിറ്റ് കഴിയട്ടെ. അത് പിടിക്കട്ടെ, ഉപ്പൊക്കെ പിടിക്കട്ടെ നന്നായി. ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഉപ്പും പുളിയും തക്കാളിയുടെ പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടില്ല നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് അമ്മ വെറൈറ്റി എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് കമൻറ്റ് ഉണ്ടാവും ചിലപ്പോൾ അമ്മയ്ക്കിട്ടാണ്. പക്ഷേ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഇത്തിരി കൂടെ ഒന്ന് ഒരു ഗ്രേവിയോട് കൂടി ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് മുട്ടയിടുന്നതിനെക്കാട്ടും മുന്നിൽ ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ച് ഗ്രേവി ആക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ചപ്പാത്തിക്കൊക്കെ അടിപൊളി കറിയായിരിക്കും. അല്ലെങ്കിൽ തക്കാളി കുറച്ചധികം ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ വേവിച്ച് ഗ്രേവി ആക്കാം. എന്നിട്ട് പിന്നെ മുട്ടയിട്ടിട്ട് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വേവിച്ച് ഇട്ടാൽ നല്ല വേവണ ഉരുളക്കിഴങ്ങാണെങ്കിൽ പറയണ്ട, പെട്ടെന്ന് ഇങ്ങനെ ഗ്രേവി ആയി കിട്ടും. നല്ല ഉരുളക്കിഴങ്ങാട്ടാ. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിക്കൊക്കെ തിന്നാനൊക്കെ ആയിട്ട്. ഇതിപ്പോൾ നമ്മളിവിടെ ചോറാണ്. എൻ്റെ കാലത്ത് കൊടുന്ന അച്ചാറുണ്ടല്ലോ, അങ്ങോട്ട് ഇതും കൂടിയിട്ട് ഉപ്പേരിയാണ് ഞാൻ കാലത്ത് എന്നും വെക്കുക. പിന്നെ അച്ചാറോ ചമ്മന്തിയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ, അപ്പോൾ അത് കാലത്ത് അങ്ങനെ കഴിക്കും. പിന്നെ ഉച്ചയ്ക്കാണ് നമ്മൾ ചാറ് വെക്കുക. അപ്പോൾ പപ്പട മുട്ടപ്പൊരിക്കൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ഇത്. അപ്പോൾ ഇന്ന് കഞ്ഞി കൊടുക്കട്ടെ ഇനി അവർക്ക്. അപ്പോഴേ കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത കറി വയ്ക്കാം. അപ്പോൾ നമ്മൾ മാങ്ങി തക്കാളി 3 എടുത്തിട്ടുണ്ട്. അതാണ് കേട്ടോ അന്നത്തെ കറി. ഇന്ന് എല്ലാവരും ചില ആൾക്കാരൊന്നും മീൻ മേടിക്കാമെന്ന് ഞാൻ വിചാരിച്ചത് കാലത്ത് തന്നെ. അപ്പോൾ മീൻ കൂട്ടാത്തവരുണ്ടെന്ന്. വെള്ളിയാഴ്ച പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടേ. അപ്പോൾ ആ ചേട്ടനൊന്നും മീൻ കഴിക്കില്ല. അപ്പോൾ ഒരാൾക്ക് പുറത്ത് പോയി കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ അങ്ങനെ എനിക്കറിയില്ല നടന്നു. അപ്പോൾ വെച്ചപ്പോൾ പുറത്തുനിന്നാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടെ ചോറുള്ളപ്പോൾ പിന്നെ പുറത്തുനിന്ന് കഴിക്കുന്ന കാര്യമില്ല. അപ്പോൾ ഞാനത് ഇന്നത്തെ ദിവസം കൊണ്ട് വേണ്ടാന്ന് വയ്ക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ പിന്നെ പച്ചക്കറി അത്ര പ്രശ്നമുള്ളതൊന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും വലിയ കുഴപ്പമില്ല, എല്ലാവരും കഴിക്കുന്നുണ്ട്. ഞാൻ ചോറുണ്ടാതിരിക്കുക അങ്ങനെ ഇതൊന്നുമില്ല. അപ്പോൾ വീട്ടിലത്തെ ഭക്ഷണമൊന്നുമല്ലല്ലോ, നമ്മളെന്താ ഉണ്ടാക്കി കൊടുക്കുന്നത് ചോദിച്ചാൽ അത് കഴിക്കുക. വിശക്കുമ്പോൾ പിന്നെ കഴിക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. പിന്നെ പുറത്തുനിന്നൊക്കെ ഇടയ്ക്ക് അവർ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കുമല്ലോ, ഹോട്ടലുകളിലൊക്കെ പോയി. അപ്പോൾ അങ്ങനെയൊക്കെ പോകും. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകും. ഒന്ന് ഇത് നമുക്കൊന്ന് കറി വയ്ക്കുക. അവിടെ ഭയങ്കര ഈച്ചശല്യമാണ്. ഈച്ചശല്യത്തിന് എന്തെങ്കിലും മരുന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞോളൂ എന്നോട്. എങ്ങനെയും പോവോ എന്നില്ലാതെ ഞാൻ സ്പ്രേ അടിച്ചു നോക്കി. പിന്നെ എന്നും ഞാൻ എൻ്റെ ഇവിടുത്തെ പേപ്പറും കാര്യങ്ങളൊക്കെ മാറ്റി ഇരിക്കും. ഞാൻ എന്നും സോപ്പിട്ട് ഇതൊക്കെ കഴുകും. അവിടെയൊക്കെ ഞാൻ നന്നായി ക്ലീൻ ചെയ്തിടും. ക്ലീൻ എന്ന് പറഞ്ഞൊരു പരിധിൻ്റെ മുകളിൽ ചെയ്യാനായിട്ട് ഇവിടെ അത്രയ്ക്കും വലിയൊരു VIP ലെവലിലുള്ള സ്ഥലങ്ങളൊന്നുമല്ലല്ലോ. ലോക്കലായിട്ടുള്ള ഈ പച്ചക്കറികളും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ ഇതുണ്ടാവും. ഈച്ച കുറേ കൂടുതലുണ്ടാവും. പക്ഷെ വീട്ടിലും ഇതന്നെ തരം. വീട്ടിൽ ചെന്നാലും നല്ല ക്ലീനായിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഈച്ചയൊക്കെ. ഇപ്പം ഈച്ചയുടെ കാലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഷോളിട്ട് മൂടിയിടുക, അതിൽ ഈച്ച ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈച്ചയുടെ മരുന്ന് വേറെ എന്തോ ഒരു ഇതുണ്ടെന്ന് ആരാണ്ടെന്നല്ല എന്നോട് പറയില്ലായിരുന്നു.
മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പറഞ്ഞു. അപ്പോൾ അത് എന്തുട്ട് മരുന്നാണ് ആർക്കെങ്കിലും അറിയുന്നു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളോട്ടോ. അത് അപ്പോൾ നമുക്ക് കറിയിലേക്ക് പോയാലോ. ഇനി ആദ്യം തന്നെ മാങ്ങേനെ നമുക്ക് ചെറുതാക്കി അങ്ങോട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ. ഞാൻ അങ്ങനെയാണ് വെക്കാറ്. ഇതാക്കി അരിഞ്ഞിട്ട് നമ്മൾ മീൻ കറിയുടെ സ്റ്റൈലിൽ വെക്കാറുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുക്കും. അപ്പോൾ അങ്ങനെ ഞാൻ മാങ്ങയൊക്കെ നോക്കിയെടുത്തു. തക്കാളി ഉണ്ട്, അത് ഇട്ടിട്ടു. പച്ചമുളകും വേപ്പിൻ്റെ എണ്ണയും ഇതിട്ടു. മുളക് പൊടി മഞ്ഞൾപ്പൊടി അതിട്ടു. ഉപ്പ് പാകത്തിന്. വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുക. നന്നായി ഒന്നുകൊണ്ട് തക്കാളിനൊക്കെ ഒന്ന് തിരിഞ്ഞെടുക്കുക. ഇങ്ങനെ തന്നെ തിരുമണം. ഈ സ്പൂൺ കൊണ്ട് ഇറക്കിയ കാര്യമില്ല. നമ്മൾ അരച്ച് വെച്ച തേങ്ങയാണത്, പാല് പിഴിഞ്ഞതല്ല. അപ്പോൾ അത് കുറച്ച് ഒഴിച്ചു കൊടുത്തു. നല്ല കട്ടി വേണം ഈ കറിക്ക്, അതാണ് അങ്ങനെ കുറച്ച് തേങ്ങ അരച്ചെടുത്തത്. ഇത് പിന്നെ ഇവിടെ ഒരു തേങ്ങ പാലെടുത്തതാണ്. ഒന്നാം പാലും രണ്ടാം പാലൊക്കെ ഒരുമിച്ചാട്ടാ. ഇങ്ങനെയാകുമ്പോൾ നല്ല കട്ടീൻ്റെ ആവും കറിക്ക്. അപ്പം അങ്ങനെ നമ്മുടെ മാങ്ങ തക്കാളി കറി വെന്ത് വന്നു കേട്ടോ. മാങ്ങയൊക്കെ നന്നായി വെന്ത് വന്നു. അപ്പോൾ അതിറക്കി നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കാനും കുഴപ്പമില്ല കേട്ടോ. കടുക് വേണമെങ്കിലും പൊട്ടിക്കാം. ഞാൻ ഉള്ളിയാണ് കാച്ചാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പപ്പടം കാച്ചാനായിട്ട് ഞാൻ കുറച്ച് ഓയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ മാങ്ങ തക്കാളി കറി അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. മീൻ കഷ്ണം തപ്പിനി ആൾക്കാർ വട്ടം തിരിയോ ഉണ്ടോ. അതിലിപ്പോൾ ഞാൻ ചേർത്ത തേങ്ങാപ്പാലും കുറച്ച് കുറവാണ്. അല്ലെങ്കിൽ ഇതിനും കൂടി കട്ടിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിച്ചാൽ നമുക്ക് ചാറ് വേണേ. അപ്പോൾ ഞാൻ ഇത്തിരി ലൂസിലാക്കിയതാണ്. അല്ലെങ്കിൽ നല്ല കട്ടിയിൽ വെക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടിലും ടേസ്റ്റാട്ടോ അത്. അങ്ങനെ നമുക്ക് കഴിച്ചാൽ മതിയാവാത്ത ടേസ്റ്റുള്ളൊരു കറി അത്. നമ്മുടെ പപ്പടത്തിൻ്റെ പാത്രം നിറഞ്ഞു തുടങ്ങിയിട്ടാണ്. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് അങ്ങനെ ഒത്തിരി നേരം അവിടെ ഇരുന്നു. അപ്പോഴാണ് നമ്മുടെ നറുനീണ്ടി സർബത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു നറുനീണ്ടി ഇല്ലാണ്ടേ, നറുനീണ്ടി പറിച്ച് കൊണ്ടുവരാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് നാൾ. അപ്പം നമ്മൾ വാങ്ങിക്കുന്ന നറുനീണ്ടി സർബത്തിനെക്കാട്ടിലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് ഇത്തിരി കൂടി ഒരു ക്വാളിറ്റി കൂടുതലാണ്. അപ്പം എനിക്കാണെങ്കിൽ അത് ഉണ്ടാക്കാനാണ് എപ്പോഴും ഇഷ്ടം. അപ്പം ഞാൻ അത് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ മോനോട് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല, അവിടെ കാടാന്ന്, കാട്ടിലേക്കൊന്നും പോയാൽ കിട്ടുന്നില്ല മാമൻ. അപ്പോൾ ഞാൻ ഇന്ന് മോള് 2 ചെറിയ കഷ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ചിന്നഞ്ചേട്ടൻ കൊണ്ടുവന്നു തന്നെ ഉണ്ട്. മോള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതിന് എവിടെ നിന്ന് പറിച്ചതാ തന്നിരുന്ന ഒന്നും അറിയില്ല എനിക്ക്. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങോട്ട് പോവാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നറുനീണ്ടി പറിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് ഉള്ളതുകൊണ്ട് കുറേ കുട്ടി ഇപ്പോൾ പറഞ്ഞു മോളിൽ നിന്ന് നറുനീണ്ടി കഴിഞ്ഞിട്ട് ഉള്ളതും കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ നറുനീണ്ടി സർബത്തിൽ നറുനീണ്ടി ഒഴിച്ചാലാണ് ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് കൊടുത്താലേ നമുക്ക് ആൾക്കാർ വരുള്ളൂ. അപ്പോൾ ഞാനത് ഇത്തിരി കാഴ്ച വയ്ക്കാം 2 ദിവസത്തേക്ക്. ഇനിയിപ്പോൾ ഞാൻ തിങ്കളാഴ്ച ചിലപ്പോൾ വരുള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഓ പുകഞ്ഞു അത് നല്ല ചൂടായി കണ്ട പുക വന്നുള്ളതാ. ഭയങ്കര അപകടം പിടിച്ച പണിയും കൂടിയാട്ടാ. അതേ കണ്ട കരിഞ്ഞു, അത് സൈഡൊക്കെ കണ്ട കരിഞ്ഞത്. അപ്പം ഞാൻ അതെടുക്കുന്നില്ല, കരിഞ്ഞ രസം ഉണ്ടാവുകയെ. അപ്പം ഈ പഞ്ചസാര നടുവിൽ നിന്ന് എടുത്തിട്ടേ നമുക്കത് കഴുകി ക്ലീനാക്കാം. അതുകൊണ്ട് പഞ്ചസാര ഇത്തിരി പോയാലും കുഴപ്പമില്ല. ഞാൻ നിങ്ങളോട് വർത്താനം പറഞ്ഞു നിന്നപ്പോഴേക്കും ഇങ്ങനെയായി കണ്ട ഇരട്ടിപ്പണി എന്നാ പറയുള്ളൂ, ഇരട്ടിപ്പണി. ഇതേ ഞാനിത് ഇങ്ങനെ കാണിക്കുന്ന എന്തിനാണെന്നറിയോ? ഇതിപ്പോൾ എല്ലാ വീഡിയോകളും കാണിക്കുന്ന വീഡിയോകളൊന്നും എല്ലാവരും കാണുന്നില്ലല്ലോ. അപ്പോൾ പഞ്ചസാര ലായനി ഇങ്ങനെ നന്നായി
മെൽറ്റ് ചെയ്തിട്ട് പിന്നെ അത് നല്ല കറുപ്പ് കളറാവുമ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് നറുനീണ്ടിയിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നറുനീണ്ടി സർബത്ത് ഉണ്ടാക്കാം കേട്ടോ. അല്ല, നറുനീണ്ടി സർബത്ത് ഉണ്ടാക്കാനുള്ള നറുനീണ്ടി ആവും. സർബത്താവണമെങ്കിൽ വേറെ ചെയ്യണം. പിന്നെ അപ്പോൾ ദേ കണ്ട, ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര ഭയങ്കര അപകടമാണേ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു അപകടം പിടിച്ച പണിയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേ ഭയങ്കര ചൂടാണ് അടിയിൽ നിന്ന് വരുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തിളച്ച് ഇങ്ങനെ പൊട്ടുമ്പോൾ നമ്മളെ മേത്തിക്കൊക്കെ ആവും. അപ്പോൾ ഇത്തിരി ഞാൻ ഒന്ന് ആറാനായിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം പിന്നെ ഞാൻ വെള്ളം ഒഴിക്കുള്ളൂ. എന്നാൽ തന്നെ നമുക്ക് നന്നായി ചൂടാറിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഭയങ്കര ഇതായിരിക്കും. ഇനി ഒഴിച്ച് നോക്കാം നമുക്ക്. വേണ്ട തന്നെ വേണ്ട, തിളക്കിനേണ്ട, തിളക്കട്ടെ. ഇനി തീ നന്നായി കത്തിക്കാം. നമുക്ക് എടുത്തിട്ട് നോക്കാം. അപകടം പിടിച്ച പണിയായ കാരണം ഈ പറഞ്ഞു തരുന്നതേ കുറച്ചുള്ള കാരണം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. പച്ചയായ കാരണം നല്ല മണം ഉണ്ടാവും കേട്ടോ. ഉണങ്ങിയതിനെക്കാട്ടിലും കൂടുതൽ മണം കിട്ടാൻ ഈ പച്ചക്കയാണ്. അതിൽ കിടന്ന് തിളച്ച് നമുക്ക് അരിച്ചെടുക്കാം. ആയി നല്ല മണം കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ഞാൻ ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഞാനിനി വല്ലൂർക്ക് പോവാട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ഒരു പെട്ടി ഓട്ടോറിക്ഷ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ടാണ് ഞാൻ പോകുന്നത്. അതിൽ നമ്മുടെ ഡ്രൈവറുടെ കൂടെ പോവാണ്. അപ്പോൾ അവിടെ വരെ എത്തും. ആ വണ്ടി വേസ്റ്റ് കൊണ്ട് പോകണതാണ് നമ്മുടെ പറമ്പിൽ കൊണ്ടിടാനായിട്ട്. അപ്പോൾ ആ വേസ്റ്റ് അവിടെ ഇടാൻ പോണോടുകൂടി ഞാൻ അതിൽ കയറി പോവാം. അപ്പോൾ എനിക്ക് ബസ് താണ്ടി പോകണ്ടല്ലോ. അപ്പോൾ ഇനി അവിടെ വെച്ചിട്ട് കാണാം കേട്ടാ. അപ്പോൾ ഞാൻ അതേ വല്ലൂർക്ക് എത്തിയപ്പോൾ ആദ്യം തന്നെ കണ്ട കാഴ്ചത് ഇതാട്ടാ. ഉണ്ടാ എടാ പീലി വിരിക്കടാ. അതിന് പീലിയാന്ന് പെണ്ണാതുകൊണ്ട് മോനെ. പീലി ആയിട്ടില്ല അല്ലേ? കൊറേ ഉണ്ടല്ലേ? പിന്നെ ഒരു 5-6 ആളുണ്ട്. അതിൽ പീലുള്ളതുകൊണ്ട് വലിയ പീലി വിരിക്കൂലേ? ഇവിടെ മുറ്റത്ത് മോള് പറയാ പീലി വിരിച്ച് നിന്ന് ആടുന്നു. അതിലുമ്മ കയറി നിൽക്കാള്. നല്ല പച്ച പുതപ്പണിഞ്ഞിങ്ങനെ നിൽക്കാട്ടാ വല്ലൂര്. നല്ല മഴയൊക്കെ തുടങ്ങിയപ്പോഴേ നല്ല പച്ചപ്പും പൊടിച്ചു പുല്ല്. എൻ്റെ മോള് തേ നിൽക്കണ്. ഹായ് പറഞ്ഞിടാ. മാങ്ങ പൊടിച്ചു വെച്ചിട്ടുണ്ടായി. ഇന്ന് 2 നല്ല മാങ്ങ എടുത്ത് നമുക്ക്. അപ്പോൾ അതെ അച്ഛനെ എത്തിയിട്ടാ. അച്ഛെത്തി. ഹായ് പറഞ്ഞേ. അപ്പം ഇങ്ങടെ പോണ് നറുനീണ്ടി പറിക്കാനല്ലേ നമുക്ക്? ചില സമയത്ത് അത് ആദ്യം ഇവിടെ നിറച്ചായിരുന്നു. അപ്പോൾ കുറച്ച് മാങ്ങ നമുക്ക് എടുത്ത് ശ്രീകുട്ടൻ എന്നോട് വന്ന വശം പറഞ്ഞിട്ടുണ്ട് മാങ്ങ ഉപ്പും മുളക് ഇട്ട് തരണം കേട്ടോ അമ്മമാന്ന്. അതിന് നല്ലൊരു വിധം പഴുത്തതായിട്ടുള്ളത് വേണം. ഇതേപോലത്തെയൊക്കെ വേണം. ഇതൊരു വിധമായിട്ടുള്ളതാണ്. നമ്മൾ പടവലത്തോട്ടാണ് കേട്ടോ അത് മോൻ്റെ. ഇവിടെ കയ്പയാണ് കുത്തിയിട്ടിരിക്കുന്നത്. കാടാണ് കാണുന്നത് നമ്മുടെ. നറുനീണ്ടി ഒന്നും കാണാനില്ല കേട്ടാ. ഞാൻ നേരത്തോടെ പറിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാ വന്നേ. ഇതേ കണ്ട, ഇതാണ് ഈ നറുനീണ്ടി. ഈ കാണുന്ന വെള്ള വരയായിട്ടുള്ള ഒരു ഇല കാണുന്നുണ്ട, അതാണിത്. ഇത് നമ്മുടെ ഇവിടെ നിറച്ചതേ. ഇത് കണ്ട, ഇതാണത്. പക്ഷെ അതിന് ഇപ്പോൾ അതിൻ്റെ പുല്ലങ്ങോട്ട് വളർന്നിട്ടേ ഇവിടെ നിറയെ ഉണ്ടാവാറുള്ളതാണ്. പക്ഷെ ഒറ്റ എണ്ണം കാണാനില്ല. അപ്പോൾ അതേ അച്ഛൻ നറുനീണ്ടി പറക്കാട്ടാ. കനല്ലേ ചേട്ടാ തീരെ അടി പൊട്ടിയും പോയി. ഇത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല ചേട്ടാ. നമുക്ക് വേണ്ടതുണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. സമയത്ത് ഇത് കാണാൻ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നു. അടിയിൽ നിന്ന് നോക്കി കളക്കിയിട്ട് ചേട്ടാ അത് ഇത്തിരി വലുതാട്ടാ. ഉണ്ടാ ഇങ്ങനത്തെയാണ് 2 എണ്ണം കിട്ടി നമുക്ക് ഒരു
3-4 കുപ്പിയൊക്കെ കാച്ചാം. അവിടെ കാണുന്നത് ഇളയമരോരുടെ വീടാട്ടാ. ഇത് മാളുവിൻ്റെ ഡെൽസി ആൻറ്റിയുടെ വീട്. അവിടെ നിന്ന് ഉള്ളിക്ക് പോയിട്ട് വീടുകളുണ്ട് കേട്ടാ. ഞാൻ ഈ കൊടുവേലി എന്ന് എപ്പോഴും പറയാം. നറുനീണ്ടി പറിക്കാൻ വേണ്ടിയിട്ടാണ് അധികം വന്നത്. നിറയെ കണ്ട കാടാണ്, കാട്. ഇതവിടെ കാണുന്നതാണ് നമ്മുടെ വീട്. ഒരു വെള്ളമായിട്ട് കാണണ്ട അവിടെയൊക്കെ കാട് വന്ന് മൂടി. പ്രത്യേകം മണ്ണാട്ടാ ഇല്ലേ, ഭയങ്കര ഇഷ്ടമുള്ള മണം എനിക്ക്. അപ്പോഴേ നമ്മൾ കാലത്ത് കടയിൽ കാച്ചിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇത്ര പോകുന്ന തണ്ടിട്ടിട്ടാ കാച്ചിയുന്നതേ. നമുക്കൊരു വണ്ട തണ്ട് കിട്ടി കണ്ട, തപ്പി പിടിച്ചിട്ടാട്ടാ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, കാണിച്ചെന്നില്ലേ, ഒറ്റണം കാണാനില്ല. അപ്പോൾ ആ പുല്ലൊക്കെ കുമ്മിനി കാണും. അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ചിലപ്പോൾ പുല്ലൊക്കെ വീശി കളഞ്ഞിട്ട് മുറിച്ച് വരും. അപ്പോൾ നമുക്ക് പറിക്കാം. അപ്പോൾ ഇതിപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ കാച്ചാനുള്ളതുണ്ട്. അപ്പോൾ ഈ ഇളമരതാഴത്തു നിന്ന് തീരെ ഇല്ലാത്ത കാരണം ഞാനിത് ഇത്തിരി സന്ധ്യാവാറായി. അച്ഛൻ പണി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കൊണ്ടുപോയി പറപ്പിച്ചതാണ്. അപ്പോൾ ഞാനും ചിലപ്പോൾ നാളെ കാലത്ത് ചിലപ്പോൾ ഞാൻ പോവും. അപ്പോൾ എനിക്ക് നേരം ഉണ്ടാവില്ല. ചിലപ്പോൾ ഇവിടെ നിന്ന് കടയിലേക്ക് പോവുക ചെയ്യും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളൂൻ്റെ വീഡിയോയിൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ മിന്നിമറയിലൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.